2022 ഓഗസ്റ്റ് 29. അന്നും ഇന്നത്തെയും പോലെ ഒരു സാധാരണ ദിവസമായിരുന്നു. ഏകദേശം രാവിലെ 10:35 അസമിലെ ഗുവാഹത്തി നഗരത്തിലെ നൂൻമതി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ദന കലിത എന്ന 32 വയസ്സുകാരി വളരെയധികം ആശയക്കുഴപ്പം നിറഞ്ഞ മുഖവുമായി കയറി ചെല്ലുന്നു. അവരുടെ 35 വയസ്സുള്ള ഭർത്താവ് അമർ ജ്യോതിയെയും 62 വയസ്സുള്ള അവരുടെ അമ്മായിയമ്മ ശങ്കരിയെയും ഒരു മാസമായി കാണാനില്ല എന്നതായിരുന്നു വന്ദനയുടെ പരാതി സ്വീകരിച്ച പോലീസ് വന്ദനയുടെ അമ്മായിയമ്മ ശങ്കരി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റും അതുപോലെ വന്ദനയും ഭർത്താവും താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റും പരിശോധിച്ചു. ശങ്കരി ഒറ്റയ്ക്കാണ് ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നത്. അവരുടെ അയൽക്കാരോട് തിരക്കിയപ്പോൾ ശങ്കരിയെ ഒരു മാസമായി കണ്ടിട്ടേയില്ല എന്നാണ് അവർ പറഞ്ഞത്. വന്ദനയും ഭർത്താവും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ അയൽക്കാരോടും പോലീസ് കാര്യങ്ങൾ തിരക്കി. അപ്പോൾ അമറിനെ ഏതാണ്ട് 2 ആഴ്ചക്കാലമായി കണ്ടിട്ടേയില്ല എന്നാണ് അവരും പറഞ്ഞത്. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവർ എവിടേക്കെങ്കിലും പോയതായിരിക്കുമോ, അതോ അവരെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതായിരിക്കുമോ? ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒരു കേസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ക്രൈം ഫോളിയോ. ശങ്കരിയെയും അമറിനെയും അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ ലോക്കൽ പോലീസ് വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചതേയില്ല. വന്ദനയാകട്ടെ പോലീസുകാരെ കേസ് തെളിയിക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. വന്ദനയാകട്ടെ ശങ്കരിയുടെ തന്നെ ബന്ധുവായിട്ടുള്ള നിർമ്മൽ എന്ന വ്യക്തിയോട് കാര്യങ്ങൾ അറിയിക്കുന്നു. അയാളും ഇത് കേട്ടിട്ട് പോലീസിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ തുടങ്ങി. പക്ഷേ എന്നിട്ടും 6 മാസത്തിനു ശേഷവും കേസിൽ യാതൊരു പുരോഗതി ഉണ്ടാകാത്തതിനാൽ ക്ഷമ നഷ്ടപ്പെട്ട വന്ദന ബന്ധു നിർമ്മലിനെയും കൂട്ടി പോലീസ് കമ്മീഷണറെ കണ്ട് ലോക്കൽ പോലീസിന്റെ അനാസ്ഥയെക്കുറിച്ചൊരു നിവേദനം നൽകുന്നു. നിവേദനം സ്വീകരിച്ച കമ്മീഷണർ 2023 ഫെബ്രുവരി 14 ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണിന്റെ കീഴിൽ ഒരു പ്രത്യേക സംഘം രൂപീകരിക്കാൻ ഉത്തരവിട്ടു. ഈ കേസ് ഗൗരവമായി അന്വേഷിക്കാൻ തുടങ്ങിയ പ്രത്യേക പോലീസ് സംഘം കാണാതായ ശങ്കരി, അമർ ജ്യോതി എന്നിവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്തെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ ആരംഭിച്ചു. വന്ദനയുടെ അമ്മായിയമ്മ ശങ്കരിയുടെ മൊബൈൽ ഫോൺ 2022 ജൂലൈ 23 രാത്രി ഏകദേശം 8 മണിക്ക് അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന്റെ ടവറിൽ നിന്ന് തന്നെയാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നതെന്ന് മനസ്സിലായി. അതുപോലെ അമറിന്റെ ഫോണും 20 ദിവസത്തിന് ശേഷം, അതായത് ഓഗസ്റ്റ് 17 രാത്രി ഏകദേശം 9:45 അവരുടെ അപ്പാർട്ട്മെന്റിന്റെ ടവർ റേഞ്ചിൽ നിന്ന് തന്നെയാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. പോലീസ് ആ 2 അപ്പാർട്ട്മെന്റുകളുടെയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് അവർക്കൊരു നിർണായകമായ തെളിവ് ലഭിക്കുകയും ചെയ്തു. വന്ദനയുടെ ഭർത്തൃമാതാവ് ശങ്കരിയെ കാണാതായ ദിവസം, അതായത് ജൂലൈ 23 വൈകുന്നേരം 5 മണിക്ക് അവരുടെ അപ്പാർട്ട്മെന്റിന്റെ പാർക്കിങ്ങിൽ ടാക്സി ബോർഡ് വെച്ച് ഒരു വെള്ള കളർ ഹുണ്ടായി ആക്സന്റ് കാർ വന്നിരുന്നു. ആ കാർ ആകട്ടെ പിറ്റേന്ന് പുലർച്ചെ 3 മണിയോടുകൂടി അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് പോകുന്നതായും കണ്ടു. ഇതൊരു സാധാരണ സംഭവമല്ലേ? പാർക്കിംഗ് സ്പേസിൽ കാറുകൾ വരാറുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് ഇതേ കാർ തന്നെ അമറും വന്ദനയെ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് രാത്രി 7 മണിക്ക് വന്നിട്ട് പിറ്റേന്ന് പുലർച്ചെ 2:35 തിരികെ പോകുന്നത് CCTVയിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാർ ഒരു നിർണായകമായ തെളിവായി മാറി. ശങ്കരിയുടെ ഫ്ലാറ്റ് പരിശോധിച്ചപ്പോൾ വിലപിടിപ്പുള്ള ആഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ അവരുടെ ATM കാർഡ് നഷ്ടപ്പെട്ടിരുന്നു. ആ ATM കാർഡ് ഉപയോഗിച്ച് പ്രതികൾ പണം എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ATM കാർഡ് ഉപയോഗിച്ച് പണം എടുത്തിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. ATM കാർഡ് ഉപയോഗിച്ച് സമയം കണ്ടെത്തി ATMലെ CCTV പരിശോധിച്ച പോലീസ് തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും ദിവസം തൻ്റെ അമ്മായിയമ്മയും ഭർത്താവിനെയും കണ്ടെത്താൻ പോലീസിൽ പരാതി നൽകിയ വന്ദന തന്നെയാണ് ആ ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചിരിക്കുന്നത്. വന്ദനെ അറിയാതെ പോലീസ് അവളെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. ശങ്കരിയെ കാണാതായ ദിവസം അവരുടെ അപ്പാർട്ട്മെന്റ് പരിധിയിലായിരുന്നു വന്ദനയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ. അതുപോലെ അമറിനെ കാണാതായ ദിവസം അമറും വന്ദനയും താമസിച്ചിരുന്ന ആ അപ്പാർട്ട്മെന്റിന്റെ ടവർ ലൊക്കേഷനിൽ തന്നെയായിരുന്നു അവളുടെ മൊബൈൽ ഫോണും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ 2 കേസുകളുമായി വന്ദനയ്ക്ക് ബന്ധമുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. 2 അപ്പാർട്ട്മെന്റുകളിലും കോമണായി കണ്ട ടാക്സി കാറിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപ്പാർട്ട്മെന്റുകൾക്കടുത്തുള്ള കടകളിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആ കാറിൽ വന്ദന ഉണ്ടായിരുന്നുവെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കല്യാണിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അന്വേഷണം ആരംഭിച്ച് 3 ദിവസത്തിന് ശേഷം, അതായത് ഫെബ്രുവരി 17 വന്ദനയെ അറസ്റ്റ് ചെയ്തു. തെളിവുകൾ നിരത്തി പോലീസ് അവളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ഇതോടെ താൻ പിടിക്കപ്പെട്ടുവെന്ന് വന്ദനയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു.
അതോടെ അവൾ കുറ്റം സമ്മതിച്ച് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറയാൻ തുടങ്ങി. കൃത്യം 12 വർഷങ്ങൾക്ക് മുൻപ് വന്ദന 2ാം വർഷ ബികോം പഠിക്കുമ്പോഴാണ് അവളുടെ കോളേജ് സീനിയറായ അമറുമായി വന്ദന പ്രണയത്തിലാകുന്നത്. വന്ദനയുമായുള്ള മകന്റെ പ്രണയം അമറിന്റെ അമ്മ ശങ്കരിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. കാരണം വന്ദന ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ടായിരുന്നു അവർക്ക് ഇഷ്ടമല്ലാതിരുന്നത്. അമറിന്റെ അമ്മയ്ക്കാകട്ടെ 5 ഫ്ലാറ്റുകൾ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വിലയുള്ള ഭൂമിയും അതുപോലെ ബാങ്കിലും ലക്ഷങ്ങൾ അവർക്കുണ്ടായിരുന്നു. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച സ്ത്രീയായതിനാൽ പ്രതിമാസ പെൻഷനും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണക്കാരിയായ വന്ദന മകന്റെ ഭാര്യയാകരുത് എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അമറിനാകട്ടെ വന്ദനയെ തന്നെ വിവാഹം കഴിക്കണം. അതുകൊണ്ട് അമ്മയോട് പിണങ്ങി ആ അപ്പാർട്ട്മെന്റിൽ നിന്നും അമർ ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം വന്ദനയെ വിവാഹം കഴിച്ച് ഗുവാഹത്തി നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ തുടങ്ങി. പക്ഷേ കുറച്ചു നാളിനു ശേഷം അമറിന് അമ്മയില്ലാണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ വന്ദനയും കൂട്ടി അമ്മയുടെ അപ്പാർട്ട്മെന്റിൽ താമസം ആരംഭിച്ചു. ആദ്യ വന്ദനയോട് സ്നേഹമുണ്ടായിരുന്ന അമർ പതിയെ പതിയെ മറ്റു പല ബന്ധങ്ങളിലേക്കും പോകാൻ തുടങ്ങി. അതുപോലെ അമറിന്റെ അമ്മയ്ക്ക് 4 ഫ്ലാറ്റിന്റെ വാടക പെൻഷൻ തുകക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അത് വെച്ച് ചിലവ് നടത്തുന്നതുകൊണ്ട് അമർ ജോലിക്ക് പോകാൻ മടിക്കാൻ തുടങ്ങി. അവൻ ജോലിക്ക് പോകാതെയുള്ള ജീവിതം ആരംഭിച്ചും തുടങ്ങി. പല മോശം കൂട്ടുകെട്ടുകൾ കാരണം അയാൾ മദ്യത്തിന് അടിമയായി. തൻ്റെ അമ്മയോടും ഭാര്യയോടും എന്നും വഴക്കിടാൻ ആരംഭിച്ചു. ഇങ്ങനെ വഴക്ക് അമിതമാകുമ്പോൾ വന്ദന അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെ അമ്മയുടെ വീടിനടുത്തുള്ള ദന്തി എന്നൊരു ടാക്സി ഡ്രൈവറുമായി വന്ദനയ്ക്ക് നിയമവിരുദ്ധമായൊരു ബന്ധമുണ്ടാകുന്നു. അമരും വന്ദനയും തെറ്റായ വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതവരുടെ കുടുംബജീവിതത്തിൽ വിള്ളൽ വീഴ്ത്താനും ആരംഭിച്ചു. അമറിന്റെ ഈ ഒരു പെരുമാറ്റം കാരണം അവന്റെ അമ്മ അവനോട് പിണങ്ങി മറ്റൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറി. അങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ വന്ദനയും അമറും മാത്രമായി താമസം. അങ്ങനെ അമർ ഇല്ലാതിരിക്കുന്ന സമയത്ത് വന്ദന ദന്തിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താറുണ്ടായിരുന്നു. അയൽക്കാരാകട്ടെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു. ശങ്കരി മാറി താമസിക്കാൻ തുടങ്ങിയപ്പോൾ വന്ദനയ്ക്കും അമറിനും ചെലവുകൾ നടത്താൻ പണമില്ലാതെയായി. അങ്ങനെ ചെലവിന് പണം കണ്ടെത്താൻ വന്ദന ജിമ്മിൽ ട്രെയിനറായി ജോലിക്ക് പോകാൻ ആരംഭിച്ചു. പക്ഷേ അവളുടെ ആഡംബര ജീവിതത്തിന് അവൾക്ക് ധാരാളം പണം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവൾ ഒരു ക്രൂരമായ പദ്ധതി തയ്യാറാക്കാൻ ആരംഭിച്ചു. അതുപോലെ ശങ്കരിയും അമറുമില്ലാതെയായാൽ അവൾക്ക് ദന്തിയുമായി സുഖമായി ജീവിക്കാമായിരുന്നു. അതിനുവേണ്ടി ശങ്കരിയെയും അമറിനെയും കൊല്ലാനായി വന്ദനയും ദന്തിയുടെ ഒരു ഫ്രണ്ടും ചേർന്ന് കൊലപാതകം പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവരുടെ പദ്ധതി പ്രകാരം 2022 ജൂലൈ 2ാം ആഴ്ച വന്ദന അമറുമായി വഴക്കിട്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം ജൂലൈ 26-ന് അവരുടെ പദ്ധതി പ്രകാരം തന്നെ വന്ദന ദന്തിയെയും ദന്തിയുടെ സുഹൃത്ത് അരൂപ് എന്നിവരെയും കൂട്ടി ടാക്സി കാറിൽ ശങ്കരിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അവർ ആ സമയം TV കാണുകയായിരുന്നു. വന്ദന തന്റെ കൂട്ടാളികളെ അവളുടെ ബന്ധുക്കളായി പരിചയപ്പെടുത്തി. അതുപോലെ അമറിനെ തനിക്ക് പിരിയാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ശങ്കരിയെ വിശ്വസിപ്പിച്ചു. അവർക്കിതൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത വിഷയമായി. അങ്ങനെ ശങ്കരി തീരെ പ്രതീക്ഷിക്കാത്ത ഒരു നേരത്ത് വന്ദന ബാഗിൽ നിന്നൊരു ചുറ്റികയെടുത്ത് ശങ്കരിയുടെ തലക്കടിക്കാൻ തുടങ്ങി. ആ അടിയിൽ തന്നെ അവരുടെ ബോധം പോകുന്നു. അതിനുശേഷം അവൾ കിടപ്പുമുറിയിലേക്ക് പോയി ഒരു തലയണ കൊണ്ടുവന്ന് അത് അമ്മായിയമ്മയുടെ മുഖത്ത് വെച്ച് അമർത്തി ശ്വാസം മുട്ടിച്ചു. ആ സമയം അവളുടെ കൂട്ടാളികൾ ശങ്കരിയുടെ കൈകൾ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കകം അവർ മരിക്കുകയും ചെയ്തു. ശങ്കരിയുടെ മരണം സ്ഥിരീകരിച്ച വന്ദന അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയും അതുപോലെ ATM കാർഡ് എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഡെഡ് ബോഡി അവർ നേരത്തെ കയ്യിൽ കരുതിയിരുന്ന ബാഗിൽ നിന്നും കത്തിയെടുത്ത് തല, കൈകൾ, കാലുകൾ എല്ലാം മുറിച്ചു മാറ്റി അവർ കൊണ്ടുവന്ന പോളിത്തീൻ കവറിൽ സൂക്ഷിച്ചു വെക്കുന്നു. അതിനുശേഷം നിലത്തുണ്ടായിരുന്ന രക്തക്കറകൾ ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ച് വൃത്തിയാക്കി. അതിനുശേഷം ടാക്സിയിൽ നിന്ന് 2 ട്രാവൽ ബാഗ് എടുത്തുകൊണ്ടുവന്ന് അവരുടെ ശരീരഭാഗങ്ങൾ ബാഗിൽ നിറച്ചു വെക്കുന്നു. ഇനി എന്ത് എന്നവർ ആലോചിക്കാൻ തുടങ്ങി. പിറ്റേന്ന് പുലർച്ചെ 3 മണിയോടെ ആരും അറിയാതെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അതിനുശേഷം കാറിൽ കയറി അസം മുതൽ മേഘാലയ വരെയുള്ള വനപ്രദേശങ്ങളിലേക്ക് പോയി ബോഡി പാർട്സുകൾ അവിടെ ഉപേക്ഷിച്ച് തിരിച്ചു വരുന്നു. പിന്നീട് അവരുടെ പ്ലാൻ പോലെ തന്നെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി ഓഗസ്റ്റ് 17-ന് കൂട്ടാളികളുമായി അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. പാർക്കിങ്ങിൽ അവരോട് വെയിറ്റ് ചെയ്യാനായി പറഞ്ഞുകൊണ്ട് ഭർത്താവ് എന്താണ് റൂമിൽ ചെയ്യുന്നതെന്നറിയാനായിട്ട് വന്ദന മുറിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ അയാൾ മദ്യപിച്ച് ബോധം പോയ അവസ്ഥയിലായിരുന്നു. അവൾ അവിടെ അയാളുടെ മൊബൈൽ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ശേഷം കൂട്ടാളികളെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവരാകട്ടെ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പുവടി ഉപയോഗിച്ച് അയാളെ തലക്കടിച്ചു കൊല്ലുന്നു. ശേഷം ശരീരങ്ങൾ കഷ്ണങ്ങളാക്കി ട്രോളിയിൽ വെക്കുന്നു. പിന്നീട് പതിവ് പോലെ രക്തക്കറയൊക്കെ കഴുകി വീട് വൃത്തിയാക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് പുലർച്ചെ 2:30-ക്ക് ടാക്സിയുമായി അവർ പുറത്തുപോയി.
മേഘാലയ, ബംഗ്ലാദേശ് വനാന്തരങ്ങളിൽ ബോഡി പാർട്സ് ഉപേക്ഷിക്കുന്നു. ഈ മരണത്തിന് 10 ദിവസത്തിന് ശേഷം, അതായത് ഓഗസ്റ്റ് 27-ന് ഭർത്താവിന്റെ ഫ്ലാറ്റിലേക്ക് പോയി ഭർത്താവിനെ കാണാനില്ലെന്ന് നടിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഭർത്താവിനെ അന്വേഷിക്കാൻ പോകുന്നത് പോലെ അമ്മായിയമ്മയെ കാണാൻ പോകുന്നു. 1 മാസമായി അവരെ കണ്ടിട്ടേയില്ല എന്ന് അയൽക്കാർ പറയുന്നത് കേട്ട് ഞെട്ടിയ പോലെ അഭിനയിച്ചതിന് ശേഷം ശങ്കരിയുടെ ബന്ധുവായ നിർമ്മലിനെ വിളിച്ച് അന്വേഷിക്കുന്നു. അതിനുശേഷം അവർ പോലീസിൽ പരാതി നൽകി അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നത് പോലെ അഭിനയിച്ചു. അമ്മായിയമ്മയായ ശങ്കരിയുടെ ATM കാർഡ് സ്ഥിരമായി പണമെടുക്കാൻ അവരുടെ മരണത്തിന് മുൻപ് കൊണ്ടുപോകുന്നത് വന്ദനയാണ്. അങ്ങനെ അവൾക്ക് അതിൻ്റെ പിൻ നമ്പർ അറിയാമായിരുന്നു. കുറച്ച് ദിവസത്തിനു ശേഷം പോളിത്തീൻ കവറിൽ അഴുകിയ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളായ ചുറ്റിക, ഇരുമ്പ് വടി, ഇരകളുടെ മൊബൈൽ ഫോൺ എന്നിവ വന്ദനയുടെ കയ്യിൽ നിന്നും കണ്ടെടുക്കുന്നു. 2023 മെയ് 23-ന് കില്ലർമാർക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. കില്ലർമാർക്കെതിരെ വിരലടയാളം, DNA തെളിവുകൾ ശേഖരിച്ചിരുന്നു. പക്ഷേ കോടതിയിൽ അവയൊക്കെ സമർപ്പിക്കാൻ വൈകിയത് കാരണം കോടതി ആ 3 പേർക്കും ജാമ്യം നൽകി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ 3 പേരും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ സന്തോഷത്തോടെ ചുറ്റിത്തിരിഞ്ഞ് ജീവിക്കുന്നു. നിങ്ങൾക്ക് ഈ കേസിനെ പറ്റി എന്താണ് അഭിപ്രായം? കമൻറ്റുകൾ മറക്കാതെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിലൂടെ കാണും വരെ സുരക്ഷിതരായിരിക്കുക.